ഒരു സ്പെഷ്യൽ ബോക്സ് വന്നിരിക്കുകയാണ് സാംസങ്ങിൽ നിന്നും. എം ഷേപ്പിലാണ് ബോക്സ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്താലോ? ഒരു സ്പെഷ്യൽ ബോക്സ് അല്ലേ, ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് ആയേക്കാം. സോ ദാ ഓപ്പൺ ചെയ്യാണ്. ഒരു കാർഡ് ഉണ്ട്, വെൽക്കം ടു ദ മോൺസ്റ്റാർ സ്ക്വാഡ്. സമയമുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഓപ്പൺ ചെയ്യാം. M15. സോ M55, M15 രണ്ട് ഫോണുകളുടെ ബോക്സ് ആണ് ഇങ്ങനെ ഒരു എം ഷേപ്പിൽ അവർ തന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഭംഗിയൊക്കെ ഉണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ രണ്ട് ബോക്സുകൾ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. എം സീരീസ് എന്തായാലും ഇവരുടെ സാംസങ് ഫോണുകളിൽ വാല്യൂ ഫോർ മണി നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവങ്ങളാണ് ഈ എം സീരീസ് ഫോണുകൾ. അതിലെ തന്നെ ഏറ്റവും പുതിയ ജനറേഷൻ ഫോണുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ഫോണുകൾ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടിലും ഫോണുകളുണ്ട്. അത് കൂടാതെ പിന്നെ കേസ്, ചാർജിംഗ് കേബിൾ, അതേപോലെ ഒരു സിം ടൂൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ രണ്ട് ഫോണുകൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. സോ ഇതാണ് ഈ രണ്ട് ഫോണുകളുടെയും ലുക്ക്. ഡിസൈൻ രണ്ടും കൊള്ളാം. സാംസങ്ങിന്റെ ഗാലക്സി സിഗ്നേച്ചർ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. ആ ക്യാമറ മോഡ്യൂളൊക്കെ കാണാമല്ലോ. ഈ രണ്ട് ഫോണുകളുടെയും ഒരു ക്ലോസ് ലുക്ക് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. താഴെ രണ്ടിലും ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്. M15 3.5mm ജാക്ക് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണും പവർ ബട്ടണുമാണ്. M15 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. M55 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. രണ്ടായാലും പെർഫോമൻസിൽ പ്രശ്നമൊന്നുമില്ല. ടോപ്പ് സൈഡിൽ രണ്ടിലും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ലെഫ്റ്റ് സൈഡിൽ സിം സ്ലോട്ട് ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. രണ്ട് സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണിന്റെയും ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. ഇൻഫിനിറ്റി O ഡിസ്പ്ലേ, 5 ഹോൾ ക്യാമറയാണ് നമുക്ക് ഈ M55 വരുന്നത്. M15 ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ്. M55 7.8mm തിക്നെസ്സും 180 ഗ്രാം വെയിറ്റ് ഒക്കെ വരുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ഫോണാണ്. ഇത് കുറച്ചും കൂടി വെയിറ്റ് ഉള്ള ഫോണാണ്. വെയിറ്റ് തിക്നെസ് എല്ലാം ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ. M55 ഇത്തവണ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. എം സീരീസിൽ തന്നെ ആദ്യമായിട്ടാണ് 45 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് അവർ കൊടുക്കുന്നത്. അതേപോലെ 5000 mAh ബാറ്ററിയാണ്. കഴിഞ്ഞ വർഷം 6000 ആയിരുന്നു. എന്തായാലും അത് കുറച്ചെങ്കിലും ഫാസ്റ്റ് ചാർജിംഗ് ബെറ്റർ ആക്കിയിരിക്കുന്നു. M15 6000 mAh ബാറ്ററി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒപ്പം 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. സോ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നന്നായോ? ഈ രണ്ട് ഫോണുകളിൽ വന്നിരിക്കുന്ന ഒരു നല്ല കാര്യം, ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. സോ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ സാംസങ് ഫോണിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇതൊരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. വിശദമായി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. M15 ഡയമൻസിറ്റി 6100+ എന്ന പ്രോസസ്സറാണ്. 12000 13000 രൂപ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ്. ആ റേഞ്ചിൽ ഒരുവിധം ഫോണുകളിലൊക്കെ 6100+ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവായ ലെവലിലുള്ള ഒരു പ്രോസസ്സർ തന്നെ അവർ കൊടുത്തിരിക്കുന്നു. ഇങ്ങനൊന്നും അല്ല കാര്യങ്ങൾ വരാറ്, പക്ഷേ ഇത്തവണ നന്നാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. M55 8GB RAM 128GB സ്റ്റോറേജും 8GB RAM 256GB സ്റ്റോറേജും 12GB RAM 256GB സ്റ്റോറേജും വരുന്നുണ്ട്. എൻ്റെ കയ്യിലേക്ക് എന്താ യൂണിറ്റ് ആണ്. എം സീരീസിൽ 12GB RAM ആദ്യമായിട്ട് വരുന്നു. M15 ആണെങ്കിൽ 4GB RAM 128GB സ്റ്റോറേജും 6GB RAM 128GB സ്റ്റോറേജും വരുന്നുണ്ട്. രണ്ട് ഫോണും One UI 6.1 വരുന്നത്. അതേപോലെ Android 14 രണ്ടിനും 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. ഇത് ഈ ഒരു കാര്യത്തിൽ സെഗ്മെന്റ് ബെസ്റ്റ് ആണ്. ഇവർ തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്യാറുള്ളത്. ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ M55 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1000 nits ബ്രൈറ്റ്നസ് ആണ് ഇതിൽ വരുന്നത്. വിഷൻ ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സാമ്പിൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സോ ആ രീതിയിലാണ് ഇതിന്റെ ഡിസ്പ്ലേ. അപാകതകളൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. M15 വരുമ്പോൾ 6.5 ഇഞ്ച് വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റേ ഉള്ളൂ. ഒപ്പം തന്നെ 800 nits ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഡീസന്റ് ലെവലിലാണ്. പക്ഷേ ഇവിടെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല, സിംഗിൾ സ്പീക്കറാണ്. അതിന്റെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സോ അപ്പോൾ അതൊരു ഐഡിയ കിട്ടിയല്ലോ. ഈ രീതിയിലാണ് M15 ഇരിക്കുന്നത്. ഇനി ഇതിന്റെ ക്യാമറ നോക്കിയാൽ M55 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറും വരുന്നു. ഫ്രണ്ടിൽ 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നു. M15 1-2 ക്യാമറ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ കൂടുതൽ ക്യാമറ സാമ്പിൾസ് എടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് മാത്രമാണ്. വിശദമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് വരുന്ന ദിവസങ്ങളിൽ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് വിശദമായ ഒരു വീഡിയോ കൊണ്ടുവരാം. ഇതൊരു ക്വിക്ക് അൺബോക്സിംഗ് മാത്രമാണ്. ഇതിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ 4K ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. M15 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫുൾ HD മാത്രമേ ഉള്ളൂ. സോ സ്പെക്ക് മനസ്സിലാക്കി വെച്ചോളൂ. ക്യാമറ നമുക്ക് വേറെ ദിവസം ടെസ്റ്റ് ചെയ്ത് പറയാം. പിന്നെ M55 നമുക്ക് നൈറ്റോഗ്രാഫി, സൂപ്പർ HDR അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ഫീച്ചേഴ്സ്. പിന്നെ ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ഇമേജ് ക്ലിപ്പർ, അതായത് ഒരു ഇമേജിൽ നിന്ന് ഒരു ഭാഗങ്ങളൊക്കെ അടർത്തിയെടുത്ത് സ്റ്റിക്കർ ആക്കി മാറ്റുന്ന പരിപാടി വരുന്നുണ്ട്. പിന്നെ ഒബ്ജക്ട് ഇറേസർ, നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ വേണ്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളയാൻ കഴിയുന്ന സംവിധാനം സാംസങ്ങിന്റെ ഫോണുകളിലുള്ളതാണ്. അതൊക്കെ ഇതിലും വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ രണ്ട് ഫോണുകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാം. ഇനി ഇത് കൂടാതെ സാംസങ്ങിന്റെ ഫോണുകളിൽ നമ്മൾ കാണേണ്ടുന്ന ആ സ്പെഷ്യൽ ഫീച്ചറുകൾ സാംസങ് വാലറ്റ് രണ്ട് ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാപ്പ് ടു പേ എന്ന് പറയുന്നത് M55 NFC സംവിധാനം ഇതിലേ ഉള്ളൂ. അതുകൊണ്ട് ടാപ്പ് ടു പേ, സാംസങ് പേ അതൊക്കെ ഇതിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇതിലില്ല. പിന്നെ നോക്സ് സെക്യൂരിറ്റി, നോക്സ് വോൾട്ട്, അതേപോലെ സെക്യൂർ ഫോൾഡർ, പിന്നെ ക്വിക്ക് ഷെയർ, വോയിസ് ഫോക്കസ്, പ്രൈവസി ഡാഷ്ബോർഡ്, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ സാംസങ് ഫോണുകളിൽ കാണുന്നതൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ വക സാംസങ് ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ രണ്ട് ഫോണുകളിലും നെറ്റ്വർക്ക്
നെറ്റ്വർക്ക് കോളിലൊന്നും അപാധകളില്ല. 13 5G ബാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നെറ്റ്വർക്ക് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ്. ബ്ലൂടൂത്ത് 5.2 ആണ് M55 വരുന്നത്. ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട് M15. M55ന്റെ കളർ നോക്കിയാൽ ലൈറ്റ് ഗ്രീൻ എന്ന ഒരു കളർ വരുന്നുണ്ട്. ഡെനിം ബ്ലാക്ക് എന്ന വേറൊരു കളറും വരുന്നുണ്ട്. ഇതിന്റെ കളർ എനിക്ക് അറിയില്ല, അറിയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സോ ഈ ഒരു ഫോണിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗും പ്രധാനപ്പെട്ട സ്പെക്കും കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. വിശദമായി ഉപയോഗിച്ച് നോക്കിയുള്ള ഒരു വീഡിയോ വരും, അത് കാണുക. എല്ലാവരും തന്നെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ഐക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ പ്രൈസിംഗും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ M15 12,299 നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും വേണമെങ്കിൽ. അതായത് 299 എന്ന് പറയുന്നത് ചാർജറാണ്. M15 ഒപ്പം നിങ്ങൾക്ക് ചാർജർ 25 വാട്ടിന്റെ ചാർജർ കൂടി വാങ്ങിക്കാൻ പറ്റും ഈ പറഞ്ഞ 200 രൂപയ്ക്ക്. ഇനി M55ന്റെ പ്രൈസ് നോക്കിയാൽ 8GB RAM 128GB സ്റ്റോറേജിന് 26,999 ആണ്. ഓഫർ പ്രൈസ് വരുമ്പോൾ 24,999 ആണ് വരിക. ബാക്കിയുള്ള പ്രൈസും ഓഫേഴ്സും ഒക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് ഫോണുകളുടെ ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. വിശദമായിട്ടുള്ള വീഡിയോസ് വരും സമയങ്ങളിൽ വരും, അതൊക്കെ കണ്ടു നോക്കുക. എന്തായാലും എന്താണ് ഈ ഫോണിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യുക. M സീരീസ് ഫോണുകളുടെ ഒരു രീതി അനുസരിച്ച് കുറച്ചും കൂടി നല്ല വാല്യൂ ഫോർ മണി തരാറുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും കമന്റായി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.